ആയില്ല പറയുന്ന ആരാ എറിഞ്ഞേന്ന് അവിടെ പോയി നിന്നിട്ട് വഴിക്ക് പോയാലോ രാത്രി പ്രേതത്തിന്റെ ടൂർ എടുക്കാൻ എനിക്ക് പേടി നീ കത്താൻ പറ്റാ പ്രേതനെ കണ്ട മൈക്ക് കയ്യിലുണ്ട് അതൊന്നും പേടിച്ചാ ടോർച്ച് എടുക്കുന്നത് இவ்வளோ நேரம் எல்லாரும் சந்தோஷமா இருந்தோம் இப்போ சாவ போகிறோம். ഇതല്ലേ പോക്കറ്റ് ഇത് പിടിച്ചോണ്ടി പോക്കറ്റ് ഇട്ടോ ഇത് മതിയടാ അത് തുറക്കും ഇതിന് പേര് ഈ ഫ്ലാഷാണ് ആൾക്കാരെന്തെങ്കിലും പറയോ രാത്രി വാതിലടിക്കട്ടെ ലൈറ്റ് ഓണക്കള് ശരി ഇതൊക്കെ നമുക്ക് ഇരുട്ടായിട്ട് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ വെച്ചാൽ പോയ തൽക്കാലം മതി ചെരുപ്പുണ്ടോ വേറെ അവിടെ പോയ ചെരുപ്പുണ്ട് അതൊന്നും കുഴപ്പമില്ല. ചെരുപ്പ് മണി പ്രേതൊന്നും ഇല്ലാട്ടാ പ്രേതൊന്നും കൊണ്ടുപോയാൽ നമുക്ക് പേടിക്കും. ഓടണ്ടോ അവിടെ ഓടില്ല മയങ്ങി പോയി പിന്നെ ദ്രോഹിന് നീ ചൂടാനാണ് എന്തിനാ അവിടെ കുറെ ചെരുപ്പുണ്ടാ ഞാൻ ചെരുപ്പിടും ചെരുപ്പാണ് നല്ലത്. മറ്റേത് കണ്ടില്ലേ കയ്യിലിട്ട് ഓടിയ 0 ഫസ്റ്റ് ആണ്. ആരെയും വെറുതെ പേടിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ തന്നെ പറയാ ഞാൻ മുൻകൂട്ടി പറയാട്ടാ മറ്റേ അവിടെ എത്തിട്ട് പേടിപ്പിക്കുക മറ്റേത് പോലെ ഓടുക അതൊന്നും വേണ്ട. അത് നിങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്യില്ല പിന്നെ എന്നെ അവിടെ പിന്നെ മയങ്ങി അവിടെ എനിക്ക് അതല്ല അതാണ് പേടി. ആരെങ്കിലും തിരിച്ചു ദൂരം നമ്മൾ എത്തില്ല. പുഴ വരെ പോണ്ട അതുവരെ എനിക്ക് പേടിയാണ്. കുറച്ചു ദൂരം മൂത്ര വെച്ചിട്ട് വരാം. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഫ്ലാഷ് ബാക്ക്. എനിക്ക് പേടി നീ കത്താൻ പറ്റാ ഇത്ര നേരം നീ ഇവിടെ നേരത്തെ ഞാൻ റെഡി പറഞ്ഞത് വീഡിയോക്ക് വേണ്ടി ഗൈസ് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇത് உன் கண்ணுக்கு மட்டும்தான் தெரியும். ഞാൻ ഒറ്റക്ക് റൂമിൽ കിടക്കും പക്ഷെ അങ്ങനെ വെളിയിൽ ഇറങ്ങില്ല. ബെഡിൽ തന്നെ ഒഴിക്കുന്നു പോടാ. എനിക്ക് തോന്നുന്നു മൈക്കൊക്കെ പൂന്നു കേട്ടോ അവന് ഓട്ടത്തില് നാളെ മൈക്കൊന്നും ഉണ്ടാവല്ലോ. ഇങ്ങനെ നടന്ന എനിക്ക് താഴെ ഒന്നും അതിൽ കൂടി ഇതിൽ കൂടി പോണ്ടത് ഇത്ര ബുദ്ധിമുട്ടിട്ട് പോയി അതുണ്ട് അത് കുഴപ്പമില്ല പോവാ എന്തായാലും വാടാ എന്തായാലും ആയില്ലേ വല്ല കിട്ടും കിട്ടും നന്നായി കിട്ടും. വാടാ എനിക്ക് പേടി എനിക്ക് മനസ്സൊക്കെ ഒരു പാളച്ചില് വാ എന്ത് ഇല്ലാന്ന് ഷൂവ കിട്ടില്ല. പക്ഷെ ഇതിൽ കൂടി പോവാ റോഡുണ്ട് അവിടെ റോട്ടി കൂടിയാ ഇതിപ്പുറത്ത് ഈ വഴി കൂടി പോരോ. സീനാണ് എനിക്ക് വേണ്ട പേടിയാണ്. ഇല്ലടാ ഇതിപ്പോ നോക്കിട്ട് വരുവാ കിണറ്റിന്റെ അതിൽ കൂടി ഇറങ്ങിട്ട് അതിൽ കൂടി വരെ പോയിട്ട് വരാം. എനിക്ക് നല്ല പേടി എനിക്ക് പേടി ഞാൻ ഫ്രണ്ടിൽ പോവാ നല്ല പേടിയുണ്ടാ സീനാണ് വേണ്ട എനിക്ക് പേടി നീ കത്താൻ പറ്റാ ചില നാട്ടിൽ ട്രിപ്പ് മുടങ്ങും. ഇല്ല ട്രിപ്പ് ഒന്നും മുടങ്ങില്ല പറഞ്ഞത് പോയി എടുത്തിട്ട് വരാം. നിഖിലുണ്ടെങ്കിലടക്കം ഒക്കെ പറയാ നമുക്ക് ഓടാൻ കൂടി വഴി അറിയില്ല അവിടെ വീണ് എന്ത് ചെയ്യും. അല്ല വീട് പിന്നെ എന്ത് അത്രയ്ക്ക് ചെയ്യുന്നില്ല ഇവര് എത്തി കൂടി ഇറങ്ങണത് പകല് നമ്മളെ പിടിച്ചു വാടാ നിഖില് മീറ്റിംഗ് ആയിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. നിഖിലിന്റെ മീറ്റിംഗ് ഇപ്പൊ ഒന്നും കഴിയില്ല. വിളിച്ചിട്ട് വരാം. ഇവര് 11:45 ഇപ്പോ 12 മണിയായി. മറ്റേ ഇത് പ്രേതം വരുന്ന സമയം ഇവിടത്തെ എനിക്കാ നീയല്ലേ പറഞ്ഞ അവിടെ പോവാ. ശരി കിണർ വരെ കാണിച്ചു കൊടുത്തിട്ട് വരാം. എനിക്ക് പേടിയാണ്. കിണർ കാണിച്ചു എനിക്ക് പേടി നീ കത്താൻ പറ്റാ കൊടുത്തിട്ട് വരാന്ന് ഇവിടത്തെ
ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ കിണർ കാണിച്ചു തരാം. ഗൈസ് ഇത് വീടാണ്. ഇവര് പേടിച്ച് പറയുമ്പോ കേട്ട് നമുക്ക് പേടിയാണ്. എനിക്ക് അതിനെ കാട്ടി പേടിയൊന്നും എനിക്ക് അപ്പളെ നമ്മളെ പേടി ഉണ്ടായിരുന്നില്ലടാ. എന്താണ് എനിക്ക് പേടിയാടാ. இது சாதாரண வீடு இல்ல, அமானுஷம் நிறைஞ்ச வீடு. എന്തിനാണ് ഇതിലൊന്നും ഗൈസ് ഇവിടെ ചാക്കൊക്കെ വെച്ച് അല്ല എനിക്കെന്നറിയോ ഇതാണ് ആ നിഗൂഢമായ ഇതിനാണ് പിടിച്ചു വെക്കുന്നത്. പിന്നെ കിണറിനുള്ളൊന്നും പോകണ്ട. കിണറിനുള്ള സീനായിരിക്കും. ഇവ കടന്ന് ആടാണ് ഗൈസ് ഇവിടെ. നല്ല പേടിയുണ്ട്. പിന്നെ അല്ലാണ്ട് എനിക്ക് പേടി. നീ കത്താൻ പറ്റില്ല. പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറയുടെ മനസ്സാണ് 12 മണിക്ക് നിഖിലിനെ വിളിച്ചിട്ട് പോവല്ലേ. മീറ്റിംഗ് എന്തായാലും അരമണിക്കൂർ കഴിയും. അത് കഴിഞ്ഞിട്ട് അരമണിക്ക് 12:30 ആയപ്പോ നിഖിലിനെ കൊണ്ട് പറയാം നമുക്ക്. ഞങ്ങൾ അതുവരെ പോയി, എനിക്ക് അതുവരെ പോകുന്ന അങ്ങനെ ചോദിക്കാം അല്ലേ. എനിക്ക് അത്രയും ഇതുണ്ടെങ്കിൽ പോടാം. ഞങ്ങൾ അതുവരെ പോയിട്ട് വന്നു. ഇപ്പൊ എന്താ വെച്ചല്ലേ നമ്മളിങ്ങനെ പുകയാണ് വെച്ചോ, പെട്ടെന്ന് ഫ്രണ്ടിൽ എന്തെങ്കിലും വന്നാൽ ചത്തു പോകും. സ്പോട്ടിൽ പാനിക് അറ്റാക്ക് ഒക്കെ വരും. നല്ല പേടിയുണ്ട് എനിക്ക്. തേങ്ങ വേണം എന്ത് ചെയ്യും നമ്മള്. തേങ്ങ വീഴൊന്നുമില്ല. തേങ്ങ നമ്മുടെ തലയല്ല, തേങ്ങ സൗണ്ട് വെക്കില്ലേ നമുക്ക്. പാടാ എന്താ ഇറങ്ങി പോയിട്ട് വരുവാ. വിളിച്ചിട്ട് പോവാ. ശരി ഇതി പോയിട്ട് വരും. വെറുതെ അത് നടന്നിട്ട് വരാം. എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിൽ കൂടെ പോയിട്ട് റോഡ് വരെ പോയിട്ട് വരാം. എനിക്ക് നല്ല പേടിയുണ്ട്. സീനാണ് ഇത്. റോഡ് വരെ പോയിട്ട് വരാന്ന്. അത് സീനില്ല. ഞാൻ വരാം, കൂടെ വരാം, ഉറപ്പാണ്. ഇതെനിക്ക് പേടിയില്ല. റോട്ടിക്ക് പോയിട്ട് വരുവാ. റോട്ടിക്ക് പോകാൻ എനിക്കും പ്രശ്നമില്ല. എന്താ കളത്തിലിറങ്ങി ബാ. இவனை நம்பி உள்ள ஓரமோ திரும்பி வருவோமா? இங்க வாரு, இப்பயே கை நடக்கிறது. சாமி, எது நடந்தாலும் தைரியத்தை கைவிட்டுறாதீங்க. ഓ കാണുക ചെയ്യും. കിട്ടില്ല. എവിടെ വാടാ, എവിടെ മണി നീ? റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് നീ അടിച്ചത്. ഞങ്ങള് റോഡ് വരെ പോകാൻ പോണ്. പുഴ ക്യാൻസലാക്കി. അല്ല പുഴയ്ക്ക് തന്നെ പോണ്. ഇങ്ങനെ 3 പേരും പിടിച്ചു പോകുമ്പോഴേ ഫ്രണ്ടില് ദിടീന്ന് ഒരു സാധനം വന്നു അതുപോലെ ഞങ്ങള് രാത്രി മറ്റേ ഇത് നോക്കി നടന്നാ മതി. നടന്നാ മതി. താഴെ എന്തും കാണും. താഴെ നമ്മിങ്ങനെ പോവന്നെ. എങ്ങനെ ഇങ്ങനെ ഇത് സ്റ്റേറ്റ് പോവാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് അടിച്ച് റോഡ് കാണിച്ചത്. എനിക്ക് വേറെ ഇതുണ്ട്. നമ്മള് അടുത്തുള്ള വീട്ടുകാർക്ക് അയ്യ അങ്ങനെയൊന്നും നമ്മ മെല്ലെ പതുങ്ങിയത് പോണത്. കള്ളന്മാര് ഇല്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. മറ്റേതുപോലെ ഇത് അങ്ങനെ ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഇത് ഞങ്ങള് ടെസ്റ്റ് ചെയ്താണ്. രാത്രി ഞങ്ങൾ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ നോക്കണം ഈ പരിപാടി. ഫ്രണ്ടിലൊന്ന് കാഴ്ച ചെടിയൊക്കെ വരുന്നുണ്ടോ ഫ്രണ്ടിൽ കൂടി. നിങ്ങളുടെ ഫ്രണ്ട് കാണിച്ചാൽ ഞങ്ങളുടെ മൂഞ്ചി കണ്ട നിങ്ങൾക്ക് മറ്റേപോലെ തോന്നുന്നു. വള്ളിയൊക്കെ വരും. ഇതാണ് വഴി. നല്ല പേടിയുണ്ട്. 12 മണിയായത് കൊണ്ടാണ് ഇതിൽ കൂടി പോകാൻ ഒരു പേടി. മൈക്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കും വിചാരിക്കുന്നു. സൈലന്റ് ആയിരിക്കും. എനിക്ക് പേടിയാ സൈലന്റ്. അല്ല ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഇത്ര തന്നെ. ഇതിന് വരാനാണ് എത്ര നേരം പേടിച്ചോണ്ട്. അതുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. നമുക്കിനി തിരിക്കാം. റോഡ് വരെ പോവാ. ആ ശരി. ഉള്ളാൻ വേണ്ടി വന്ന പോലെ ഇപ്പൊ പുഴയ്ക്ക് പോയതാണെങ്കിൽ സൂപ്പർ ആയി തരും. അഡ്വഞ്ചർ എങ്ങനെ പുഴയ്ക്ക് വേണ്ടി തത്തുണ്ടാവും പറയാ. ഓ രാത്രി മേലെ ചെടി, പൂപ്പ്, പാമ്പ് കടിച്ചു. ഇതാണ് നിഖിലിന്റെ ഏരിയ. പാടങ്ങളും റോഡും എല്ലാം സീൻ ഏരിയ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പേടിക്കണം. ഇല്ല വെച്ച് ഞങ്ങൾ ഇത്ര പേടി ഉണ്ടാവില്ല. ഞങ്ങൾ ധൈര്യത്തോടെ പുഴയ്ക്ക് പോയിട്ടുണ്ടാവും. മൂത്രമൊഴിക്കാൻ പോലെ ബ്ലോഗിലിടാൻ പറ്റും. ഇതെവിടെ ചോദിച്ചോ? നിഖിലിന്റെ തൊടി ഉണ്ടല്ലോ. നിഖിലിന്റെ തൊടി. രാത്രി പോസ്റ്റിന് വിളിച്ചോ. മൂത്രമൊഴിക്കുമ്പോൾ ലേറ്റ് ആണായാലേ മൈക്ക് ഓണാട്ടോ. അക്ഷയ് അതൊക്കെ ഉണ്ടാവും സൗണ്ടേ. മൂത്ര സൗണ്ട് അല്ലാണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അടിച്ചറാ അവിടെ. ഇവിടെ ആരും അടിച്ചറാ. അക്ഷയ് തോർത്ത് മുണ്ടുകൊണ്ട് എന്ത് ഇത്ര വലിയ സൗണ്ട്. ഗൈസ് ഇവിടെ ഒരു സൗണ്ട് കേട്ടു. ഗൈസ് ഇവിടെ തിരിച്ചു നടക്കും. കേട്ടില്ല.
എടാ അതെന്റെ ചെരുപ്പിന്റെ ഒക്കെ ആയിക്കൂടാ. ഞാൻ ഒരു കാര്യം പറയല്ലോ, മര്യാദക്ക് നടക്കാം. ഞാൻ തിരിച്ചെത്തി എനിക്ക് വീട്ടിൽ പോകാം. ഞാൻ തിരിച്ച് എന്നെ കൂടെ ഓടും വരെ ചതിപ്പാലം വരെ അത്രേ ഉള്ളൂ. നീ ബാക്കിൽ വന്നാൽ മതി. ബാക്കിൽ വന്നാൽ മതി. അതെന്താ എന്നെ ബാക്കിൽ എന്നെ പോയി വലിച്ചിട്ട് പോയ പോലെ വേണേ അപ്പുറത്ത് പിടി. പോവാ, നമുക്ക് ധൈര്യത്തിൽ പോവാ. ഞങ്ങള് ധൈര്യശാലി മണിയാണ് ഇപ്പൊ അതില്. ഞങ്ങളെ ബാക്കില് കണ്ണ് കാണില്ലേ, ഗ്ലാസ് വയ്ക്കാണ്ട് കണ്ണ് കാണി അതൊന്നും കണ്ടിട്ട് അതിൽ തിരിയുന്നു കേട്ടാ. നീ ഇവന്റെ അടുത്ത് ഞങ്ങള് ഞാനൊക്കെ ഇല്ലേ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ എനിക്ക് പേടിയാണ്. വീട്ടിൽ ആരെങ്കിലും വെച്ച് ഞാൻ എല്ലാ വീട് ചുറ്റിയും ലൈറ്റ് ഓൺ ആക്കിയിട്ട് മാത്രമേ ഞാൻ കടന്നുറങ്ങുള്ളൂ. അത്രയ്ക്കുള്ള ആളാണ്. പിന്നെ ഇവരൊക്കെ പുറത്തേക്ക് പോണ ആൾക്കാരാണ്. ഞാനേ റെഡി പറയണു, ഇവര് വരാൻ പേടിക്കുന്നു. ഇവിടെ പുഴയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ത്രില്ലുള്ള അനുഭവം. രാത്രി പുഴ എങ്ങനെ ഉണ്ടാവുള്ളത് നല്ല പേടിയില്ല, നല്ല പേടി. അതെന്താ സംഭവം കണ്ടു കഴിച്ചു, വേറെ ഒന്നുമില്ല. തുണി വേലി തൂക്കിയിട്ടുണ്ട്. അതെ, നേരില് ഞാൻ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുക പോകുമ്പോ എന്നെയും പേടിച്ചിരിക്കും. നീ പതറിയില്ല. പിന്നെ നീ ആ തുണി തൂങ്ങണ നീ പേടിക്കില്ലേ? ഞാനൊരു ധൈര്യത്തെ അതൊന്നും ഇല്ലാതെ നോക്കണം. നീല തുണി ശരിക്കും അയ്യോ തുണിയിൽ പെട്ട് കഴിച്ചു. അവിടെ ഒരു തുണി ഉണ്ടായിരുന്നു, അത് നല്ല കുറച്ചു. അത് അതുപോലെ തുണി മറ്റേ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? മണി പിന്നെ മേലേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയില്ല ഇങ്ങോട്ട് നോക്കില്ല, അവൻ പാടം നോക്കി നടക്കണം. കണ്ട നീ പിന്നെന്ത് പഠിച്ചില്ല? അതെ ഇനി അവിടെ നിന്ന് എനിക്ക് തലയെ കറങ്ങണം. A few moments later. മീറ്റിംഗ് കഴിയിട്ടല്ലേ? മീറ്റിംഗ് ഞാനല്ലേ പുഴക്കി. അല്ലേ ഞാനിവിടെ ഇരിക്കാം. ഞാൻ എനിക്കില്ലാട്ടൻ്റെ റൂമിൽ പോയി കിടക്കാം. ഏട്ടാ ഞാനും ഉണ്ട്. ഒരുമാതിരി ഭ്രാന്തായി. നീയാ പറഞ്ഞത് പുഴയ്ക്ക് പോവാൻ. എനിക്കിത്ര പോയിട്ടുണ്ടായിരുന്നടാ. മനസ്സിന് പറയും എന്താണ് അല്ല ആ വഴി മറ്റേ ശ്മശാനം ഇല്ല, പെട്ടെന്ന്. പിന്നെ എത്ര മണിക്കൂറാണ് മീറ്റിംഗ്? വിശക്കണോ അല്ലേ? എനിക്ക് വിശക്കാൻ തുടങ്ങിയാ? ഞാൻ കഴിച്ചില്ലേ? എനിക്ക് മറ്റേത് കുറിച്ച് ഈ വയസ്സ് ബക്കറ്റ് ഉണ്ടോ? പൊരി ഞങ്ങൾ അന്ന് ലാസ്റ്റ് ബീച്ചിൽ ആയത് കാര്യം പണിക്ക് പോയില്ലേ ഞങ്ങള്? പിന്നെ ഞാനെ വരുന്ന വിളിച്ചിട്ട് പോയത്. പിന്നെ പോടാ എത്ര ധൈര്യത്തിൽ കൂട്ടിട്ട് പോയത് കാശും വെച്ചിട്ട് വരെ ചലഞ്ചാണ്. മിച്ചർ എടുക്കും. കഴിവനേട്ടനിക്കില്ലേ മിച്ചർ എടുക്കും. ഇത്ര നടക്കണേട്ടാ. ഞാൻ തിന്നാനുള്ള കൈ പിടിച്ചിട്ട് വരുന്ന പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും വരില്ല.
ബാ നമുക്ക് നോക്കാം. ഞാൻ ഇതിലെ നോക്കിട്ട് വാടാ പോവാ. ചൂട് ഇതിന്റെ ഏരിയ വന്നിട്ട് എനിക്ക് പേടിയില്ല. ഇത് കണ്ടോളെ, ഞങ്ങൾ ദേഹത്തിൽ പോയിട്ട് വന്നു. പാമ്പാണ് എനിക്ക് പ്രശ്നമില്ല. പാമ്പടിച്ച് തന്നെ പറയണ്ട അതിലേ. ദേഹത്തിൽ വേറുണ്ട്, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പുഴയ്ക്ക് രാത്രി അത് കറക്റ്റ് 12 മണി സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയി എല്ലാം കൂടി നിരന്ന് ഇവനടക്കം ഓടി വന്നാണ്. പക്ഷെ ഞങ്ങൾ അതുവരെ പോയിട്ട് വന്നു. ഇപ്പോൾ കാണിച്ചു ആ വഴിയുണ്ട്. എനിക്ക് പേടി പോയാ വയസ്സ് ഇപ്പോൾ ചെക്കനെ പേടി പോയി. ഞങ്ങൾ ഷൂ നോട്ടെ എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കാം. വഴിക്ക് വീണിട്ട് അവിടെ കിടക്കുക. ഞാൻ ഓടുമ്പോ ഒന്നിച്ച് ഓടിണ്ടോ അല്ല അധികം കൂടി ഇതിൽ ഓടണ്ട. കുറച്ചപ്പോൾ ഓടി മാരി ഞങ്ങൾ അധികം ഓടിയില്ലേ. അരെ പിന്നെ ആളെ നീ ഞാനെ നിന്നെ ഫ്രണ്ടിൽ കൂട്ടി പോണത്. ആ കുന്തത്തിലെ കാലെ വെച്ച് തൊടയെ തട്ടി റൈഡ് പോണോ ഓപ്പോസിറ്റ് പാർട്ടി അത്തനെയും അപ്പിട്ട് ഗില്ലി മേഡം ഫ്രണ്ടിൽ പോണത്. വിജയ് ഞാൻ ഫ്രണ്ടിൽ വരാമല്ലോ. തലപതി വിജയനെ ലൈറ്റ് ഇതടിക്കാം. നിങ്ങൾ ഫ്ലാഷ് അടിക്കട്ടാ. എടാ അങ്ങനെടാ നിക്കടാ. എടാ ഞാൻ ക്യാമറ നോക്കി വരണ റോഡ് നോക്കി വരണ കാണേ ക്യാമറ പിടിക്കാം. നീ പോയാ ഈ കൂടിയേ വന്നത് ഞങ്ങൾ വരുമ്പോ അതുകൊണ്ട് അവൻ ചാടി എത്തി. രാത്രി ചൂണ്ടെടുത്തിട്ട് വരായിരുന്നു അല്ലേ? അവിടെ നായ ഉണ്ടോ അവിടെ? അത് കുറച്ചുകൂടി വന്നില്ലേ? കുറച്ചപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ? കായല്ല പറയുന്ന ആരാ എറിഞ്ഞേന്ന് അവിടെ പോയി നിന്നിട്ട് ശരിക്കും കല്ലെറിഞ്ഞ പോലെ എറിഞ്ഞേ. കായ് വീണാടാ അത്. പക്ഷെ ഞാൻ ചെരുപ്പൂരിയെ പിന്നെ വരില്ല കേട്ടാ. ഞാൻ ചെരുപ്പൂരിയെ പിന്നെ വരില്ല. വാടാ പൂടാ വാടാ. വേണ്ട എനിക്ക് നല്ല പേടിയുണ്ട്. പോടാ ഞാൻ നിങ്ങൾ പോയിട്ട് വരാൻ ആളും കൂടി 3 നാളും കൂടി. അല്ല നിങ്ങൾ പോയിട്ട് വന്നു. ഞാൻ എനിക്കൊരു വീഡിയോ കോൾ ചെയ്യാം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഒന്നിച്ചെന്നെ പോയത്. നീ പിന്നെ അവിടെ പോയി നിന്നിട്ട് തിരിഞ്ഞു ഓടിയത്. ശരിക്കും കല്ലെറിഞ്ഞടാ. ഞാൻ വിചാരിച്ചു വീട്ടുകാരെ കള്ളന്മാർ വന്നാണ് കല്ലെറിഞ്ഞ. അത് കായ വീണാടാ അത്. രാത്രിയാ കായ വീണത്? പകലുള്ള കായ വീണു. ഞാൻ മറ്റേ ഫ്ലെക്സ് ഒക്കെ അടിക്കാനുള്ള ഫോട്ടോ ഒക്കെ നോക്കട്ടെ ഫോണിൽ. ഞാൻ ഓടില്ല. ഞാൻ അവിടെ നിന്നല്ലേ. നീ എന്നെ വിട്ട് ഓടുന്നു. കായ വീണാണ് ഒറ്റ തിരിക്കല്. ഇവ എന്നെ കടത്തി ഓടണോ? ഞാൻ പിന്നെ വെറുതെ വിടുള്ളൂ. ഇവൻ എന്നെ ഇവന്റെ ആള് പിന്നെ എന്നെ കടത്തി ഓടണു. എനിക്ക് മനസ്സിലായില്ല. ഇതാണ് ധൈര്യം. ഇൻസെക്യൂരിറ്റി പൊളിക്കാൻ വേണ്ടി പോയതാണ് അവനെ കൂടിയത്. നീ പോരാ. അല്ല ഒരുപടി മിച്ചർ മാറിയിട്ടേ വാ പറഞ്ഞിട്ട് പോയത്. മിച്ചർ കഴിഞ്ഞതും ശ്മശാനം കാണിക്കുമ്പം തകടകാന്ന് വീണ് കൊടുത്ത് എനിക്കും തോന്നിയത്. കല്ലെറിഞ്ഞില്ല, നായ കുളച്ചു തന്നെ ഉള്ളു. കണ്ടില്ലേ ഞങ്ങളെ ധൈര്യശാലികൾ. ഞങ്ങളെല്ലാം അന്ന് മണി ഒറ്റയ്ക്ക് പോയിട്ട് വരും. വീഡിയോ എടുത്തിട്ട് ഫ്രണ്ടിൽ ഓടിയാ ഫസ്റ്റ്. ചെറുത്തൊക്കെ വീഡിയോയിലുണ്ട്. ആൾ നടക്കണ പോലെ തോന്നുന്നു. പിന്നെ എനിക്ക് പേടിയുണ്ടേ. ഞാൻ സത്യം എനിക്ക് ഇതൊന്നും മനക്കടയില്ല. വേറെ ദൈവത്തിന് വിശ്വാസമില്ല എന്നുള്ളത് സത്യമാണ്. പ്രയത്തിന് പേടിയുണ്ട്. പക്ഷേ ദൈവത്തിന് വിശ്വാസമില്ലാത്ത അത് നമ്മളൊന്നും ചെയ്യില്ല. ദൈവം പ്രയാസമൊന്നുമില്ല. ചിലപ്പോ ഒന്നും ചെയ്താലോ.